പോലീസ് ഉദ്യോഗസ്ഥന്മാർ, രാജ്ഭവൻ ഔദ്യോഗിക ഭാരവാഹികൾ തുടങ്ങി എല്ലാവർക്കും സമാധാനത്തിൻ്റെ അഭിവാദ്യങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 8-ാം തീയതി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാർലമെന്റിലെ എല്ലാ അച്ചടക്കവും സമാധാനവും തകർത്ത ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്കും മതേതരത്വത്തിനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിനും നിരക്കാത്ത ഒരു ബില്ല് സമ്പൂർണ്ണമായി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് കേന്ദ്ര ഏജൻസി കൂടിയായ ബഹുമാനപ്പെട്ട ഗവർണറുടെ രാജ്ഭവന്റെ മുമ്പിൽ, ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഇപ്പോൾ നടത്തുന്ന ഈ ധർണയും മാർച്ച്. ഞാൻ ഒരു കാര്യം ഉണർത്തുന്നു. രാജ്ഭവന്റെ മുമ്പിലുള്ള വൃക്ഷത്തിലെ ചെടിയുടെ ഒരു ഇല അനങ്ങിയാൽ ആ അനക്കം പോലും ഡൽഹിയുടെ അകത്തളത്തിലിരുന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിനും അതുവഴി ഗവൺമെന്റിനും കാണാനും അറിയാനും കഴിയുന്നുണ്ട്. ഈ പ്രതിഷേധം ഇന്ത്യ രാജ്യത്തെ തുടക്കമാണ്. വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിന്റെ തുടക്ക സമരമാണ്. പലപ്പോഴും കേരളമാണ് ഇത്തരത്തിലുള്ള സമരത്തിന് തുടക്കം കുറിക്കാറുള്ളത്, പൗരത്വ ഭേദഗതി ഉൾപ്പെടെ. അതിനൊക്കെ ആദ്യമായി ഗോൾമുഖത്ത് വരുന്നത് ദക്ഷിണ കേരള ജമിയത്തുലമയും അതിന്റെ പോഷക പ്രസ്ഥാനങ്ങളായ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ, വിദ്യാഭ്യാസ ബോർഡ്, ലജ്നത്തുൽ മുഅല്ലിമീൻ, യുവജന ഫെഡറേഷൻ, വിദ്യാർത്ഥി ഫെഡറേഷൻ, ഈ സംഘങ്ങളാണ് സംയുക്തമായും ഒറ്റയ്ക്കൊറ്റയ്ക്കും രംഗത്ത് വരാറുള്ളത്. അതിന്റെ ചെവിട് പിടിച്ചാണ് ഇപ്പോ എല്ലാ മഹല്ലുകളിലും എല്ലാ പ്രസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ തിരക്കുള്ള എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉറപ്പാക്കപ്പെടേണ്ട ഈ സമയത്ത്, നബിദിനം എടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു റാലി ഇവിടേക്ക് നയിക്കാൻ ജമിയത്തുലമയും പോഷക പ്രസ്ഥാനങ്ങളും തയ്യാറായി. ഞാൻ ആമുഖമായി ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒരു കാര്യം ഉണർത്തുന്നു. ഒരു തുള്ളി വെള്ളം കൈവരലിൽ എത്തിച്ചിട്ട് രാജ്ഭവന്റെ മൈതാനിയിൽ ഇറങ്ങി നിന്ന് അതിലേക്ക് നോക്കിയാൽ രാജ്ഭവന്റെ കെട്ടിട സമുച്ചയങ്ങളും അടുത്തുള്ള വൃക്ഷങ്ങളും ഈ പട്ടണവും നീലാകാശത്തിന്റെ ഭാവവും ഒക്കെ ഒരു തുള്ളി വെള്ളത്തിലൂടെ ദർശിക്കാൻ കഴിയുന്നത് പോലെ കഴിഞ്ഞ 8-ാം തീയതി അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധത്തിന്റെ തുടക്കമായി ഈ സമരത്തെ കാണണമെന്നും ആ റിപ്പോർട്ട് രാജ്ഭവൻ ഡൽഹിക്ക് അയച്ചു കൊടുക്കണമെന്നും ആമുഖമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ സ്വാഗതപ്രാസംഗം പറഞ്ഞു. ഇനി ഇവിടെ പ്രമേയം അവതരിപ്പിക്കാനുണ്ട്. ഈ ഇരിക്കുന്നവരെല്ലാം പ്രസംഗിക്കാനുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്. ആദ്യമായി വഖഫ് നിയമത്തെ ആദ്യമായി എതിർത്തത്, അതിനെ വിമർശിച്ചത്, അതിന്റെ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിന് മുമ്പിൽ നിർത്തിയത് ദക്ഷിണ കേരള ജമിയത്തുലമയും കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷനും അതിന്റെ പോഷക പ്രസ്ഥാനങ്ങളുമാണ്. അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴും അതിന്റെ ഒരു ആവർത്തനം, അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ, ഒരു തെരുവ് സമരത്തിന്റെ തുടക്കമാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരൽ കൂടിയിൽ എത്തിക്കപ്പെട്ട് ഒരു തുള്ളി വെള്ളത്തിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ പലതും കാണുന്നത് പോലെ ഈ സമരം, ഈ മാർച്ച് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും കാണുകയും ഇത് അനുധാവനം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെയും ജമിയത്തുലമയുടെയും സംയുക്ത യോഗം കൂടിയിട്ട് രാജ്ഭവൻ മാർച്ച് അത് തുടങ്ങിക്കൊണ്ട് വേണ്ടി വന്നാൽ ഡൽഹിയിൽ പാർലമെന്റിന്റെ മുമ്പിൽ അതിശക്തമായ മാർച്ചും പ്രതിഷേധവും നടത്തുകയും സത്യാഗ്രഹം നടത്തി ഈ ബില്ല് പിൻവലിച്ചിട്ടല്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വിശ്രമമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവിന്റെ നാമത്തിൽ ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.